ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റാപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോയുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതെല്ലാം ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് ഒത്തിരി തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്കത് കുക്കായി വരാൻ സമയം എടുക്കും. അപ്പോൾ ഈ കട്ടിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് കട്ട് ചെയ്തെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേഷൻ ചെയ്യണം. അതിനുവേണ്ടി അതിൻ്റെ അകത്തേക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. ഈ ബേക്കിംഗ് സോഡ നമുക്ക് ബീഫ് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. ആ നിർബന്ധമൊന്നും ചേർക്കണം. ബീഫ് നമുക്ക് സോഫ്റ്റായിട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്കൊരു 1/2 മണിക്കൂറോളം അത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ അകത്ത് കഴിഞ്ഞ് ഞാൻ ബീഫ് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ച് മൂടി സോട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ നന്നായിട്ട് വെള്ളം വരും. ആ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ തന്നെ അത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് വെള്ളം വന്ന് പതഞ്ഞ് പൊന്തി വരും. അത് കഴിഞ്ഞത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് വെള്ളം പറ്റി ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ ഈ പരുവ ആവുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒത്തിരി ക്രിസ്പി ആയി പോകരുത്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് സോട്ടായി കിട്ടുകയും ചെയ്യണം. നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പെട്ടെന്ന് നിർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡറും സാൾട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തോട്ട് ചെയ്യണം. അത് ഇപ്പോൾ എനിക്ക് എരിവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1/2 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ കളർ വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തോട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നോർമൽ കളറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് എന്നാലും അത്യാവശ്യം എരിവ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തോട്ട് ചെയ്തെടുക്കണം. മുളക് പൊടി ഇട്ടിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തോട്ട് ചെയ്യണം. എന്നാലാണ് മുളകിൻ്റെ കുത്തലൊക്കെ മാറി കിട്ടുള്ളൂ. ഏകദേശം ഈ പരിപാടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒത്തിരി നമ്മൾ തോട്ടായി കഴിഞ്ഞാൽ ബീഫ് ഹാർഡായി പോകും. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ടോട്ടലിയാണ് എടുത്തേണ്ടത്. ടോട്ടലൊന്ന് ചൂടാക്കി എടുക്കുക. നിങ്ങൾക്ക് ഓരോ ടോട്ടൽ 2 ടോട്ടൽ എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ടോട്ടൽ ചൂടാക്കുമ്പോൾ ഹാർഡായി പോകരുത്, സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഒത്തിരി ഹാർഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തുകൾ ഞാൻ ലെറ്റ്യൂസ്, ടൊമാറ്റോ, ഒനിയൻ, കുക്കുമ്പർ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. മയണൈസാണ്. മയണൈസ് നമുക്ക് ടോട്ടലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. എൻ്റെ വീഡിയോ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്ക് 1 സ്പൂണ് മയണൈസ് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സാൾട്ടും പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് താല്പര്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മയണൈസോ ടൊമാറ്റോ സോസോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗാർലിക് സോസ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ റാപ്പ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ പാനി വെച്ച് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ബീഫ് റാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.